ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റയാൻ എന്താ വരാത്തെ? ആ, എനിക്കറിയില്ല. ഇവാനെ ഇതുവഴി കണ്ടില്ലല്ലോ. രാവിലെ ഫുഡ് കഴിക്കാൻ നേരത്തെ വന്നില്ല, ദേ ഉച്ചയ്ക്ക് വരുന്നില്ല. ഇവന്മാർക്ക് ഫുഡൊന്നും വേണ്ടേ? വൈകിട്ട് പ്രാക്ടീസ് ഉണ്ടെന്ന വല്ല ബോധം ഉണ്ടോ നോക്കിയേ. ഫുഡും കഴിക്കാണ്ട് എനർജി ഇല്ലാതെ എന്ത് പ്രാക്ടീസ് ചെയ്യാനാ ഇവന്മാര് പോകുന്നേ? ആര്? നീ പോയിന്ന് റയാനെ വിളിച്ചിട്ട് വന്നേ. ഓക്കെ. ലൂക്ക, നീ പോയി ഇവാനെ വിളിച്ചിട്ടോ. ശരി. റയാൻ, വാതിൽ തുറക്ക്. ഇത് ഞാനാ, ആരവ്. നീ എന്താ ഫുഡ് കഴിക്കാൻ താഴേക്ക് വരാത്തെ? നീ മാത്രമല്ല, ആ ഇവാനും വന്നില്ല. നിങ്ങളെ രണ്ടുപേരെയും കാണാത്തുണ്ട്. ഏടൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞേക്ക്. ആ, ഇത് പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നാ മതി. എന്നെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ ഒട്ടിക്കും. അതുകൊണ്ട് നീ തന്നെ വന്ന് പറ, അതായിരിക്കും നല്ലത്. ശരി, ഞാൻ വരാം. നീ പോയിക്കോ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ ഓക്കെ അല്ലേ? നിന്നെ കണ്ടിട്ട് നീ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിനക്ക് എന്നോട് ഷെയർ ചെയ്യാം. ഓക്കെ? ഓക്കെ. അപ്പൊ ശരി, താഴേക്ക് വാ. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാം. ഇവാൻ, നിനക്കെന്താ ഫുഡ് കഴിക്കാൻ വരാൻ ഇത്ര മടി? ഞാൻ വന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ നീ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കില്ലായിരുന്നല്ലോ. ഇങ്ങനെ പട്ടിണി കിടക്കാൻ മാത്രം ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായേ? ഞാൻ നിന്നോടാ ചോദിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവാൻ, ഇതിലെനിക്ക് നിന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം നീ അവന്റെ സമ്മതമില്ലാതെയാ അവനെ കിസ് ചെയ്തത്. അത് വളരെ തെറ്റാ. പക്ഷേ അത് ചെയ്യാനിടയായ സാഹചര്യം അതെനിക്ക് മനസ്സിലാവും. എന്നാലും ഇവിടെ ഇപ്പം തെറ്റ് നിന്റെ ഭാഗത്താ. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നടന്നത് എന്തായാലും നടന്നു. നീ എത്രയും പെട്ടെന്ന് അവനോട് പോയി സോറി പറയണം. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിന് ശ്രമിക്കാതിരിക്കുമെന്ന്? ഇന്നലെ എത്ര തവണ ഞാൻ ട്രൈ ചെയ്തെന്നറിയൂ. പക്ഷെ അവൻ ആ റൂമിൽ കയറിയതിന് ശേഷം പുറത്തേക്കൊന്നും ഇറങ്ങിയത് പോലുമില്ല. ഒരുപാട് തവണ ഞാൻ ആ കഥകിൽ മുട്ടി വിളിച്ചു. അകത്തുനിന്നൊരു ശബ്ദം പോലും ഞാൻ കേട്ടില്ല. ഇന്ന് രാവിലെ അവനെ കണ്ടപ്പോൾ എന്നെ മുഖത്തോലും ഒന്നും നോക്കുന്നില്ല. അവൻ്റെ പിറകെ ഓടിപ്പോയി അവനെ പിടിച്ചു നിർത്തി മാപ്പ് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ച് എനിക്ക് പേടിയാടാ. ഇന്നലെ എനിക്കുണ്ടായിരുന്ന ധൈര്യം ഇന്ന് എനിക്ക് എന്താ ഇല്ലാത്തതെന്ന് അറിയില്ല. അവനിപ്പോൾ എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടാവൂല്ലേ? ഞാൻ റയാനെ നോട്ടീസ് ചെയ്തായിരുന്നു. അത് വെച്ച് എനിക്ക് തോന്നുന്നത് അവന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. പക്ഷെ വെറുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവന് നിന്നോടിപ്പോൾ വെറുപ്പുണ്ടായിരുന്നെങ്കിൽ നീ കിസ് ചെയ്ത സമയത്ത് തന്നെ അത് വലിയ സീനാക്കി ഇവിടെ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞ് ചിലപ്പോൾ നിന്നെ ഈ അക്കാഡമിയിൽ നിന്ന് എന്നെ പുറത്താക്കാനായിട്ട് അവൻ ഈ റീസൺ യൂസ് ചെയ്തേനെ. എന്നാൽ അവൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കറിയില്ല. ചിലപ്പോൾ ഇതെൻ്റെ മാത്രം തോന്നലായിരിക്കാം. എങ്കിലും നീ അവന് കുറച്ച് ടൈം കൊടുക്കുക. അവന് നോക്കിയാവട്ടെ. അത് കഴിഞ്ഞ് നീ അവനോട് സോറി പറഞ്ഞു നോക്ക്. മേ ബി ചിലപ്പോൾ ഹി വിൽ ലിസൺ. പറയാനുള്ളതെന്ന് കേട്ടിട്ട് പോ. എന്താ എന്താ നിനക്ക് പറയാനുള്ളത്? എന്നെ കിസ് ചെയ്തതിന് സോറിയാണോ? റയാൻ, മതി. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി സോറി പറയാനാണെന്നും പറഞ്ഞ് എൻ്റെ പിറകെ ഇങ്ങനെ നടക്കരുത്. ഞാനത് മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നീയായിട്ട് ഓർമ്മിപ്പിക്കരുത്. നിന്റെ മുഖം പോലും എനിക്കിനി കാണരുതെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഡാൻസ് എൻ്റെ കൂടെ ആവശ്യമായിപ്പോയി. അതുകൊണ്ട് മാത്രം പ്രാക്ടീസ് സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വരും. അതല്ലാതെ എന്നോട് മിണ്ടാനോ കാണാനോ എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത്. മനസ്സിലായോ? മനസ്സിലായി. ലൂക്ക, പ്രാക്ടീസിന് സമയമായി. വരുന്നില്ലേ? ഞാൻ വരാം. നീ പോയിക്കോ.
ഛേ, നീ എന്താ കൊച്ചുകുട്ടിയാണോ ആരവ്? നിനക്ക് മര്യാദയ്ക്ക് കളിക്കാനും അറിയില്ലേ? അത് ഞാൻ സ്റ്റോപ്പ് ഇറ്റ്. നിനക്കെന്താ 5-6 വയസ്സാണോ? ഏത് നേരം നീ എന്തിനാ ഇങ്ങനെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നേ? കുറച്ചെങ്കിലും മെച്യൂരിറ്റി കാണിക്ക്. ഈ ഡാൻസ് എന്റെയും കൂടെ ആവശ്യമായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എന്നെ ഓ, നിനക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയ കളിക്കാം, അല്ലെങ്കിൽ ശല്യം ചെയ്യേണ്ട എങ്ങോട്ടാന്ന് വെച്ചപ്പോ. ലൂക്ക, നീ എന്തായി കാണിച്ചേ? അവന്റെ കരഞ്ഞോണ്ടാ പോയത്. അതിന് അതിന് ഞാനിപ്പോ എന്താ വേണ്ടേ? അവനെന്താ കൊച്ചുകുട്ടിയല്ലാണോ വഴക്ക് പറഞ്ഞ ഉടനെ കരഞ്ഞോണ്ടോടാൻ? അല്ലെങ്കിൽ കരയാൻ മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാരും എന്തിനാ അവനെങ്ങനെ തലയിൽ കയറ്റിയെടുത്ത് വെച്ചേക്കുന്നേ? അതിന്റെ അഹങ്കാരം എല്ലാം ഇപ്പൊ അവനുണ്ട്. എടാ, നിനക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പെരുമാറിക്കൂടായിരുന്നു. അവൻ മനഃപൂർവ്വം തെറ്റിച്ചതോ വീണതോ അല്ലല്ലോ. അത് ആക്സിഡന്റലി പറ്റിയതല്ലേ? ആക്സിഡന്റലി ഇന്നിപ്പോ ഇങ്ങനെ വീണോളൂ, നാളെ വല്ല പരിക്കും പറ്റിയ? ലൂക്ക, മതി, നിർത്ത്. നീ ഇപ്പൊ ഇത്രയും ഷൗട്ട് ചെയ്യാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഡാൻസ് ആകുമ്പോൾ തെറ്റിയും വീഴുകയും പരിക്ക് പറ്റിയൊക്കെ ചെയ്യും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിന് ഇത്രയും ഷോ വേണ്ട. ആൻഡ് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവനെ ആരും കരയിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ നീ ആണെങ്കിലും ആരാണെങ്കിലും. മനസ്സിലായല്ലോ? ലൂക്ക, നീ ഇങ്ങോട്ട് വന്നേ. നീ ഒന്ന് വിട്ടേ ഇവാൻ. ലൂക്ക, ഒന്ന് വാ. ലൂക്ക, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ആരവനോട് അങ്ങനെ ദേഷ്യപ്പെട്ടെ? നീ കണ്ടതല്ലേ അവൻ അവിടെ എന്താ ചെയ്തേന്ന്? അത് ഞാൻ കണ്ടതുകൊണ്ടാണല്ലോ ചോദിച്ചത്. അവിടെ എന്താ അതിനുണ്ടായേ? അവന്റെ കാല് തട്ടി നിങ്ങൾ രണ്ടുപേരും വീണു. അതിപ്പോ ഡാൻസ് കളിക്കുമ്പോ ആരായാലും വീഴില്ലേ? അതിനിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് ഇതുപോലെ ദേഷ്യപ്പെടാൻ വേണ്ടി ഇതിനു മുന്നേ ഒരുപാട് കാരണങ്ങൾ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഇന്ന് കാര്യമില്ലാത്ത കാര്യത്തിനാ നീ ദേഷ്യപ്പെട്ടെ. നിനക്ക് എന്താ പറ്റിയേ? നിന്റെ മനസ്സിന് എന്തെങ്കിലും അലട്ടുന്നുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. എനിക്കപ്പോ ദേഷ്യപ്പെടാൻ തോന്നി, ഞാൻ ദേഷ്യപ്പെട്ടു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? അവനോട് പോയി മാപ്പ് പറയണോ? അതോ അവന്റെ കാല് പിടിക്കണോ? ആ, മാപ്പ് പറയാൻ പറ്റിയ സമയം. നീ ഇപ്പൊ അങ്ങോട്ട് ചെന്നാലും മതി. ആ മനു നിന്റെ അടുത്ത് വിഴുങ്ങും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അവനോട് സോറി പറയാൻ പോവല്ലേ? അവന്റെ കൊച്ചുകുട്ടിയാ 2 വഴക്ക് കേട്ട ഉടനെ കരഞ്ഞോണ്ട് പോവാൻ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നീ എന്തായാലും കൂൾ ഡൗൺ ആവുമ്പോ അങ്ങോട്ടേക്ക് വന്നേക്ക്. ശരി എന്നാ. ഞാൻ വിചാരിച്ചു നീ കരഞ്ഞോണ്ടിരിക്കുവായിരിക്കുമെന്ന്. എടാ, അവൻ നിന്നെ 2 പറഞ്ഞെന്നും പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? ആരോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ. എന്റെ മുന്നിൽ നിന്ന് നീ ഇങ്ങനെ കരയുന്ന ആളെ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ അവനുമായിട്ട് ഒരുപാട് അടുക്കാൻ പോണ്ടെന്ന്. അപ്പൊ നീ കേക്കില്ല. എന്നിട്ട് ഓരോന്ന് ഒപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണം. എടാ, സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തില്ല. അറിയാണ്ട് എന്റെ കാല് തട്ടി വീണതാ. പക്ഷെ അവനതെന്താ വിശ്വസിക്കാത്ത? എടാ, എനിക്കറിയില്ലേ നിന്നെ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടല്ലേ ഇരുന്നേ. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ അത് ഈ കരച്ചിലൊന്ന് നിർത്തിക്കേ. എന്നാലും അവൻ എന്നോട് എന്തിനാ മനു അങ്ങനെയൊക്കെ പെരുമാറിയേ? ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ അവനോട് ചെയ്തേ? എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവൻ എന്നെ എത്ര അവഗണിച്ചാലും പിന്നും പിന്നും ഞാൻ അവന്റെ പിറകെ പോകുന്നത്. ആരും, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, അവൻ നീ വിചാരിക്കുന്ന പോലെ അല്ല. അവൻ എന്തെങ്കിലും നിന്നോട് താല്പര്യം കാണിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിന്റെ മുഖത്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? എടാ, നിന്റെ മനസ്സ് കാണാൻ പറ്റാത്ത ഒരാള് നിനക്കെന്തിനാ? എനിക്കറിയാം മനു, നീ എന്നെ നല്ലതിന് വേണ്ടിയാ പറയുന്നേന്ന്. പക്ഷെ എനിക്ക് അവനോട് ഒരുപാട് ഇഷ്ടമായി പോയടാ. ആദ്യമൊക്കെ ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമായിരുന്നു. എന്നാ ഇപ്പൊ അങ്ങനെ അല്ല. ശരി, നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ. ഇനിയും നിനക്കൊരു പട്ടിയെ പോലെ അവന്റെ പിറകെ ചെല്ലാനാണ് പ്ലാനെങ്കിൽ നീ അത് തന്നെ ചെയ്തോ. എനിക്കൊന്നും പറയില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, അങ്ങനെ നീ പോകുമ്പോ അവിടെ ഇല്ലാണ്ടാവുന്ന നിന്റെ വിലയാ. അത് മറക്കരുത്. ഞാൻ പോവാ. മനു, എന്താ? ഞാൻ ഇനി അവന്റെ പിറകെ പോകില്ല. അവനോട് ഫ്ലോട്ട് ചെയ്യാനും പോകില്ല. ഞാൻ നിർത്തി. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ ഇനി പോവില്ല. എന്നാവാ, നമുക്ക് താഴോട്ട് പോവാം.
എന്തു പറ്റി? ആരും നിന്റെ മുഖത്ത് പോലും നോക്കുന്നില്ലേ? എന്തിന്? അവനെന്തിനാ എന്റെ മുഖത്ത് നോക്കുന്നേ? എന്നാ പിന്നെ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നേ? ആര് നോക്കി? നിന്റെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ ആരെയും നോക്കിയൊന്നുമില്ല. ഉവ്വ, ദേഷ്യം എന്ന് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നതിന് മുന്നേ ആലോചിക്കണം ഇങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ടാവും. ആണല്ലേ? ഞാൻ ദേഷ്യം വന്നപ്പോ എന്തെങ്കിലും പറയേ ചെയ്തിട്ടുള്ളൂ. നിനക്ക് ദേഷ്യം വന്നപ്പോ നീ എന്താ കാണിച്ചെന്ന് മറന്നിട്ടില്ലല്ലോ. അത് പിന്നെ ഒരു കയ്യബദ്ധം. മതി മതി, കൂടുതൽ ഡയലോഗ് ഇടിയൊന്നും വേണ്ട. കഴിച്ചിട്ട് എണീറ്റ് പോ. എന്റെ ചാർജർ എടുത്തുകൊണ്ട് പോയിട്ട് മാനം തിരിച്ചു തന്നില്ലല്ലോ. ഇനിയിപ്പോ എങ്ങനെ അവന്റെ റൂമിലേക്ക് പോകുന്നത്? അവനവിടെ ഉണ്ടോന്ന് പോലും അറിയില്ല. ഇനി റയാനെങ്ങാനും അവിടെ കാണൂ? ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ? എന്തേലും ആവട്ടെ. പോകുന്നു, ചാർജർ എടുക്കുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ. സ്റ്റേ വിത്ത് മീ. ഇല്ല, എവിടേക്കും പോകണില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നീ പേടിക്കണ്ട. നോമ എന്തായി കാണുന്നേ? നോമിന് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഇവാനെങ്ങനെ നമ്മുടെ റൂമില്? എനിക്കെങ്ങനെ അറിയാം? ഇനി അതറിയണമെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചോളത്തണം. വേണ്ട വേണ്ട, അവര് കിടക്കട്ടെ. എന്ത് ക്യൂട്ടല്ലേ കാണാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കാം. ഇന്ന് അവരിവിടെ കിടക്കട്ടെ, ശല്യം ചെയ്യണ്ട. അല്ലേ എനിക്കിതൊന്നും കണ്ടുകൊണ്ട് കിടക്കാൻ വയ്യ. ഞാൻ പോവാ. ഇവൻ എന്താ ഇവിടെ? ഇവൻ ഇവൻ എന്താ? നീ എന്താ ഇവിടെ? ഞാൻ പിന്നെ ഇവിടെ അല്ലാണ്ട് എവിടെയാ? ഇവൻ മര്യാദക്ക് എണീക്ക്. എന്താ? അയ്യോ, റയാൻ, നീ ഇവിടെ എന്റെ റൂമിൽ എന്റെ ബെഡിൽ എന്താ ചെയ്യുന്നേ? നീ എന്റെ റൂംമേറ്റ് അല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് കിടന്നേ? രാത്രി എണീറ്റ് പോവാണ്ട് നീ എന്തിനാ ഇവാനെ ഇവിടെ കിടന്നുറങ്ങിയേ? ഇപ്പൊ എന്താ പറയാ? അല്ല, ഞാൻ തന്നെ മേടിക്കുന്നേ. സത്യം പറഞ്ഞാ പോലെ ഇരുന്ന പിറവിൽ കാണാൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? കൂടുതൽ ഷൗട്ടൊന്നും ചെയ്യണ്ട. ഞാൻ മനഃപൂർവ്വം നിന്റെ അടുത്ത് വന്ന് കിടന്നതല്ല. എന്റെ ചാർജർ മനുവിന്റെ കയ്യിലായിരുന്നു. അതെടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി ഈ റൂമിൽ വന്നതാ. വന്നപ്പോ 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 എന്താ? ഇതാ നടന്നത്. ഞാൻ അപ്പോൾ തന്നെ പോകാൻ വേണ്ടി നിന്നതാ. നീയാ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ കടന്നു. ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചെന്നോ? ദാറ്റ്സ് ഇമ്പോസിബിൾ. ഇത് പിന്നെ പതിവാണല്ലോ. നിനക്ക് രാവിലെ എണീറ്റ പിന്നെ ഒന്നും ഓർമ്മ കാണില്ലല്ലോ. ഇവിടെ CCTV ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ അതിലും എടുത്തു വെച്ച് കാണിച്ചു തന്നെ. ഇവാൻ, ഞാൻ പിന്നെ എന്ത് പറയാനാ? സത്യം പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ കള്ളം പറയാം. നീ ഒന്നും പറയണ്ട, ഒന്ന് ഇറങ്ങിപ്പോവോ. ഉത്തരവ് പോലെ. ബൈ. അതെ, ഇന്ന് രാത്രി ഞാൻ കൂട്ടിന് വരണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലൂക്ക് അവിടെ ഒറ്റയ്ക്കാണെങ്കിലും കിടക്കും.
ചവിട്ടി പുറത്താക്കിയില്ലേ? ഈ ചവിട്ടിയൊന്നും പുറത്താക്കിയില്ല, അതിനൊരവസരം ഞാൻ കൊടുത്തില്ലല്ലോ. ഇനിയിപ്പോ പെട്ടിങ്ങളൊക്കെ ഇങ്ങോട്ടാക്കേണ്ടി വരൂ. അറിയില്ല, നോക്കാം. ഓ, അപ്പൊ നമ്മളൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും ആരും കൂടെ അപ്പുറത്തെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നമ്മളായിട്ടൊരു കട്ട റൂം ആവണ്ടല്ലോ. അതൊക്കെ മനുവിന്റെ ഇഷ്ടം പോലെ ചെയ്തു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, വിളിക്കും. ഓ, ഈ പണ്ടാര സ്വപ്നം മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. ഞാനിനി അവന്റെ മുഖത്ത് ഇങ്ങനെ നോക്കാം. ഞാൻ എന്തിനാ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നേ? അറിയാൻ നിനക്ക് എന്താ പ്രശ്നം? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത്? അല്ല, ഇന്നലെ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചാണല്ലോ കിടന്നേ. അതുകൊണ്ട് ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കായിരുന്നു. എന്റെ പൊന്നാരവേ, ഒന്ന് പോയി തരൂ. ഒന്നാമതേ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. റയാനെ, ഞാനൊരു കാര്യം പറയാം. നീ തിരിച്ച് ദേഷ്യപ്പെടരുത്. ജസ്റ്റ് കേട്ടാ മതി. നിനക്കെന്താ ഇവാനോട് ഇത്രയ്ക്ക് ദേഷ്യമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവാൻ, അവൻ നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് അത് മനസ്സിലാവും. നിന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റുണ്ടായാലും അതിനൊന്നും തിരിച്ചവൻ നിന്നോട് പ്രതികരിക്കുന്നില്ല. അന്ന് ഡാൻസ് പ്രാക്ടീസിന്റെ സമയത്ത് തന്നെ നീ അവനെ ഹേർട്ട് ചെയ്തപ്പോ അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ എപ്പോഴെങ്കിലും നിന്നെ വേദനിപ്പിച്ചോ? പിന്നെ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാ അവൻ ഇന്നലെ നിന്റെ അടുത്ത് വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. എന്തായാലും അത് നിന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞത് നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല, ജസ്റ്റ് നിനക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാ. പറഞ്ഞത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക. എനിക്കറിയാം ഇത് നിന്റെ ലൈഫാണ്, അതിലെടുക്കുന്ന ഡിസിഷൻസും നിന്റെ തീരുമാനമാണ്. എനിക്ക് നിന്നോട് ഇതിപ്പോ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ നമ്മൾ ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ട് ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടാതാകുമ്പോ വല്ലാത്തൊരു വിഷമം തോന്നും. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരാൾ അവരുടെ ജീവൻ കൊടുത്തു പോലും നമ്മളെ സ്നേഹിക്കാനുണ്ടെങ്കിൽ അവരുടെ സ്നേഹം നമ്മളെ വേണ്ടാന്ന് വെക്കുന്നതിന് മുന്നേ ഒരു 100 തവണയെങ്കിലും ചിന്തിക്കണം. കാരണം ആ ഒരു സ്നേഹം നമ്മളെ വിട്ടു പോയാൽ പിന്നെ അത് ഒരിക്കലും നമ്മളെ തേടി വരില്ല. കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യും. എന്തായാലും അത് വിട്. നീ ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് വാ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ആരാ? പ്രാക്ടീസിന് വരുന്നില്ലേ? ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? എനിക്കിന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരു മൂഡില്ല. പ്രാക്ടീസ് ചെയ്യാതിരുന്ന എങ്ങനെയാ പെർഫോം ചെയ്യുന്നേ? ഞാനിന്ന് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഇന്ന് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയി പ്രാക്ടീസ് ചെയ്തു. ഞാനും കൂടെ ഉണ്ടെങ്കിലല്ലേ നിനക്ക് പ്രശ്നമുള്ളൂ. ചിലപ്പോൾ ഞാൻ നിന്നെ തള്ളിയിട്ടാലോ. അതുകൊണ്ട് ഇന്ന് നീ ഒറ്റയ്ക്ക് പോയി പ്രാക്ടീസ് ചെയ്തു. രാവിലെ തന്നെ നല്ല ദേഷ്യത്തിലാണല്ലോ. എന്ത് പറ്റി? അവനെ ഞാൻ പോയി പ്രാക്ടീസിന് വിളിച്ചപ്പോ അവന് മൂടില്ല പോലും. അവൻ അന്നത്തെ കാര്യം മനസ്സിലിട്ടോണ്ട് നടക്കാം. ആണല്ലേ? അനുഭവിച്ചോ? നീയായിട്ട് വരുത്തി വെച്ചതല്ലേ? ഓ പിന്നെ, അവൻ വന്നില്ലേ എനിക്കെന്താ? അല്ല, ഒരു മിനിറ്റ്. എനിക്കൊരു റൂംമേറ്റ് ഉണ്ട്. ആളെ ഇന്നലെ രാത്രി മിസ്സിംഗ് ആയിരുന്നു. എങ്ങോട്ടാ പോയാവോ? അത് പിന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി വേറെ റൂമിലോട്ട്. ഓഹോ, സ്ഥിരമായിട്ടാണോ അതോ താൽക്കാലികമായിട്ടോ? സ്ഥിരാക്കണമെന്നുണ്ട്. പക്ഷെ കമ്പനിയൂടെ സമ്മതിക്കണ്ടേ? അയ്യേ, കൂടുതൽ നാണിക്കില്ലേ? ക്രിഞ്ചടിക്കുന്നു. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാനായിരിക്കില്ല നിങ്ങളുടെ മാസ്റ്റർ. നിങ്ങളുടെ പുതിയ ഡാൻസ് കൊറിയോഗ്രാഫറായിട്ട് വേറൊരാള് ഇന്ന് തൊട്ട് വരാൻ പോവാ. പുതിയ ആളോ? അപ്പൊ മാസ്റ്റർ എങ്ങോട്ട് പോവാ? ഞാൻ കുറച്ച് ദിവസം ലീവാ, നാട്ടിലോട്ടൊന്ന് പോണം. കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. ആ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പുതിയ കൊറിയോഗ്രാഫർ വരാൻ പോകുന്നത്. പക്ഷേ മാസ്റ്റർ, ഇതൊന്ന് കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ? അത്യാവശ്യമായി പോടാ. എന്തായാലും സാരമില്ല, ഞാൻ നിങ്ങളുടെ പുതിയ കൊറിയോഗ്രാഫറെ പരിചയപ്പെടുത്തി തരാം. അശ്വിൻ, കം. ഹായ് ഗൈസ്, ഐ ആം അശ്വിൻ. ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ കൊറിയോഗ്രാഫർ, നിങ്ങളുടെ പുതിയ മാസ്റ്റർ. അപ്പൊ അശ്വിൻ, ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. നീ പതിയെ പതിയെ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോ എനിക്ക് ഇവരെ ഇതുപോലെ തന്നെ തരണം. അത് ഞാൻ ഏറ്റു. മാസ്റ്റർ പോയിട്ടോ. അപ്പൊ ഗൈസ്, ഇപ്പൊ തൽക്കാലം ഞാൻ നിങ്ങളുടെ പേരും വീടൊന്നും ചോദിക്കുന്നില്ല. അതൊക്കെ പതിയെ പതിയെ ഞാൻ അറിഞ്ഞോളാം. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രാക്ടീസിലേക്ക് പോകാം. നിങ്ങളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത് പെയർ അപ്പ് ഡാൻസ് ആണെന്ന് മാസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു. സോ എനിക്കതിപ്പോ ഒന്ന് കാണണം. ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ. ആക്ച്വലി ഐ എം നോട്ട് ഇംപ്രസ്ഡ്. ഈ പെയർ അപ്പ് ഡാൻസ് കളിക്കുന്നവർ പരസ്പരം എനിമീസ് അല്ലാണോ? ബിക്കോസ് ദാറ്റ്സ് ഹൗ ഐ ഫെൽറ്റ്.
നിങ്ങളുടെ പരസ്പരമുള്ള കെമിസ്ട്രിയൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സാരമില്ല, നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. തൽക്കാലം ഒരു പെയർ അപ്പ് ഡാൻസ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ അതിന് എനിക്കിപ്പോൾ ഒരു പെയർ വേണം. സോ ഐ ചൂസ് ഹേ യു കമോ. ഞാനോ? അതെ. എന്താ പേര്? ഇവാൻ. ഓക്കെ ഇവാൻ, ഞാൻ തന്നെ സെലക്ട് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല. ഇവിടെ ഇപ്പം എല്ലാവരും കളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ കെമിസ്ട്രി ആയിട്ട് തോന്നിയത് നിന്റെ മൂവ്സ് കണ്ടിട്ട്. താങ്ക് യു മാസ്റ്റർ. നോ നോ നോ, യു ക്യാൻ കോൾ മീ അശ്വൻ. അപ്പോൾ റെഡിയല്ലേ? തുടങ്ങാം. ഇവാൻ, നീ നന്നായിട്ട് കളിച്ചു. താങ്ക് യു അശ്വൻ. പ്രാക്ടീസ് മുടക്കരുത്, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിന്റെ പേരാരാന്ന് വെച്ചാൽ ആളുമായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ മാസ്റ്റർ? അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസ്. അതിൽ കളിച്ച 1-2 സ്റ്റെപ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്കൂടെ ഒന്ന് പറഞ്ഞുതരോ? മാസ്റ്റർ അല്ല, അശ്വൻ. എന്നാ അശ്വൻ പ്ലീസ് പറഞ്ഞുതരോ? യു സോ ക്യൂട്ട്. പിന്നെ സ്റ്റെപ്പ് വാ, ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഇപ്പോൾ പറഞ്ഞുതരോ? ഓക്കെ. ഞാൻ പ്രാക്ടീസിന് വിളിച്ചപ്പോൾ മൂഡില്ല എന്ന് പറഞ്ഞവനാ. ഇപ്പോൾ അവൻ എവിടെ നിന്ന് വന്നാവോ മൂഡ്? ഇനി അവൻ അയാളോട്ട് ഫ്ലേർട്ട് ചെയ്യാവോ? ബ്ലഷ് ചെയ്യുന്നുണ്ടല്ലേ? സ്റ്റുപ്പിഡ്. ഈസ് ഹി ഫ്ലേർട്ടിംഗ് വിത്ത്? ഞാൻ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? വാട്ട് എവർ, ഐ ഡോണ്ട് കെയർ. റയാൻ, പ്രാക്ടീസ് ചെയ്യാം. എന്തിന്? നിനക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേറെ ഒരുപാട് പേരുണ്ടല്ലോ. പോയി അവരെ കൂടെ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യും. ഞാനില്ല.